തൃശൂരിൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി സഹയാത്രികയായ സുഹൃത്ത്. കൃത്യസമയത്ത് ആംബുലൻസ് ലഭിച്ചുവെന്ന റെയിൽവേയുടെ അവകാശവാദം സഹയാത്രിക തള്ളി. അതേസമയം ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇനി ഇങ്ങനൊരു അവസ്ഥ ആർക്കും വരരുത് എന്നുള്ള രീതിയിൽ മാത്രം ഈ കേസ് മുന്നോട്ട് പോകുന്നത്, അല്ലാതെ മറ്റൊരു കാര്യത്തിനല്ല. ഇനി ഒരാൾക്ക് എൻ്റെ അവസ്ഥയോ അല്ലെങ്കിൽ ശ്രീജിത്തിൻ്റെ അവസ്ഥയോ വരരുത് എന്ന രീതിയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യാത്രക്കാർ ചെയിൻ വലിച്ചാണ് മുളങ്കുന്നത്തുകാവിൽ ട്രെയിൻ നിർത്തിയതെന്ന റെയിൽവേയുടെ വാദം തള്ളുകയാണ് ശ്രീജിത്തിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത്. യുവാവ് കുഴഞ്ഞു വീണ ഉടനെ തന്നെ അടിയന്തരമായി ആംബുലൻസ് ലഭ്യമാക്കാൻ അറിയിച്ചു. മുളങ്കുന്നത്തുകാവിൽ എത്തിയ ശേഷം 25 മിനിറ്റ് വരെ ശ്രീജിത്തിന് പൾസ് ഉണ്ടായിരുന്നു. അതിനിടയിൽ ആംബുലൻസ് എത്തിക്കാൻ കഴിയാതെ പോയതാണ് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ആൾക്ക് ഷൊർണൂർ കഴിഞ്ഞ പാടെ തന്നെ അസ്വസ്ഥത ഉണ്ടാവുകയും ഫിക്സ് വരുന്ന പോലെ വന്നു. ഞങ്ങളെ ഇറക്കിയത് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ബെഞ്ചിൽ കിടത്തി CPR കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്, TTRമാരും ചൂടാവുന്നുണ്ട്. ലാസ്റ്റ് അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആംബുലൻസ് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയോ എന്തെങ്കിലും ആരെങ്കിലും വന്ന വണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ വലിയൊരു അനാസ്ഥ വരുത്തി. ആംബുലൻസ് എത്തുന്നതിന് 5 മിനിറ്റ് മുന്നെയാണ് പൾസ് ഇല്ലാതായത്. അനാസ്ഥ വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ളാടൻ മഹാസഭയുടെ നേതൃത്വത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. തിങ്കളാഴ്ചയാണ് ട്രെയിനിൽ കുഴഞ്ഞു വീണ ചാലക്കുടി സ്വദേശി ശ്രീജിത്ത് ആംബുലൻസ് കിട്ടാതെ പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.